അപ്പൊ മുത്തുമണീസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? രാവിലെ ഭയങ്കര തിരക്കിലാണ് കേട്ടോ. അതെല്ലാരും അങ്ങനെ തന്നെ ആവുമല്ലേ. അപ്പൊ അതാ നമ്മളെ ബീട്രൂട്ട് ഉപ്പേരി വന്നിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ. ഇതിലേക്കുള്ള ഉള്ളി തോമിച്ചിടാണ്. അപ്പൊ രാവിലെ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. മദ്രസ്ക്ക് പറഞ്ഞേക്കണം, സ്കൂൾക്ക് പറഞ്ഞേക്കണം, ട്യൂഷന് പറഞ്ഞേക്കണം, പിന്നെ പണിക്കോണോല് പറഞ്ഞേക്കണം, പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം, ലഞ്ച് റെഡിയാക്കണം. അങ്ങനെ ആകെപ്പാട് ഒരു ജഗപോഗ ആയിരിക്കും രാവിലെ. അപ്പൊ അതാ രാവിലെ ഞാൻ ഇഡ്ഡലിയും സാമ്പാറുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ദോശക്കുള്ള മാവായിരുന്നു കേട്ടോ. കുട്ടികൾ ഇഡ്ഡലി വേണമെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ചില ഇഡ്ഡലിയൊക്കെ ഷേപ്പ്ലെസ് ആയിട്ടുണ്ട്. പിന്നെ അതാ ഈ കാണുന്ന വലിയ കുക്കർ ഇതാ ഇതിലാണ് കേട്ടോ ഞാൻ എന്നും രാവിലെ ചോറുണ്ടാക്കാറുള്ളത്. ഇത് 2 നേരത്തിനുള്ള ചോറാണ് കേട്ടോ. ഉച്ചക്കുള്ളതും അതുപോലെ തന്നെ രാത്രിക്കുള്ളതും കൂടിയാണ്. അപ്പൊ നമ്മൾ ഗ്യാസിലാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ട് ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിയിട്ട് 2 സമയത്തിനുള്ളത് ഒന്നിച്ചുണ്ടാക്കും കേട്ടോ. അപ്പൊ നമ്മളെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാനുള്ള ചോറ് പാത്രത്തിലാക്കാനുണ്ട്. അപ്പൊ ഞാനത് ആക്കട്ടെ കേട്ടോ. ചെറിയ മോള് പിന്നെ ചോറൊന്നും കൊണ്ടുപോകില്ല കേട്ടോ. അവള് സ്കൂളിൽ നിന്ന് ചോറ് വാങ്ങിക്കും. എന്തെങ്കിലും ഒരു കറിയാക്കി കൊടുത്താൽ മതി. മുട്ട അല്ലെങ്കിൽ തേങ്ങ പൊരിച്ചത്, ചമ്മന്തി, അച്ചാർ, ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ആക്കി കൊടുത്താൽ മതി. രണ്ടാമത്തെ മോക്ക് പിന്നെ ചോറിന്റെ മുകളിൽ കറി ആക്കണത് ഇഷ്ടമല്ല. അവൾക്ക് വേറൊരു പാത്രത്തിൽ കറി കൊടുത്തേക്കായിട്ട് ചെയ്യാറുള്ളത്. അപ്പൊ അതാ നമ്മൾ നേരത്തെ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ബീട്രൂട്ട് ഉപ്പേരിയാണ്. അതാണ് കേട്ടോ അവരിന്ന് സ്കൂൾക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ അതാ ചോറിന്റെ മുകളിൽ കറി ആക്കണത് ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ഞാൻ ബീട്രൂട്ട് ഉപ്പേരി ആക്കിയിട്ടുള്ളത്. പിന്നെ നമ്മളെ ചെറിയ മോളോക്ക് ബീട്രൂട്ട് ഉപ്പേരി ഒന്നും ഇഷ്ടമല്ല കേട്ടോ. എന്നാലും ഞാൻ കുറച്ച് ബീട്രൂട്ട് ഉപ്പേരി ആക്കി കൊടുക്കാണ്. പിന്നെ അതിന്റെ മുകളിലായിട്ട് കുറച്ച് കിഴങ്ങ് പൊരിച്ചതും കൂടെ ഇട്ട് കൊടുക്കാൻ കേട്ടോ. രണ്ടും കൂടെ മിക്സ് ആകുമ്പോൾ കഴിച്ചോളും. അപ്പൊ അതാ എല്ലാവരും കഴിച്ചിട്ട് ഇത്ര ഇഡ്ഡലി ബാക്കിയുണ്ട്. കുറച്ച് സാമ്പാറും ബാലൻസ് ഉണ്ട്. ഇനി ഇത് അവര് സ്കൂൾ വിട്ട് വന്നിട്ട് കഴിച്ചോളും. അപ്പൊ മുത്തുമണി ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ രാവിലത്തെ തിരക്ക് പിടിച്ച വിശേഷങ്ങൾ.